ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെയാണ് ഒരു പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് എന്നാണ്. നമ്മൾക്ക് ഒരു തംബ്നെയിൽ ഉണ്ടാക്കാനും സ്റ്റിക്കർ ഉണ്ടാക്കാനും എല്ലാം ആവശ്യം ഒരു PNG ഇമേജ് ആണ്. അതിനായിട്ട് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് REMOVE.BG എന്ന വെബ്സൈറ്റ് ആണ്. നമുക്ക് ഇതിൽ അനായാസം ഒരു പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. REMOVE.BGയിൽ ഒരു പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് നമ്മുടെ പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുവാനായി ആദ്യം നമുക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് REMOVE.BG എന്ന് ടൈപ്പ് ചെയ്യാം. നമുക്കിവിടെ ആദ്യം കാണുന്ന റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഫ്രം ഇമേജ് REMOVE.BG എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇമേജ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു തേനീച്ചയുടെ പടം ഓപ്പൺ ചെയ്യുകയാണ്. നമ്മുടെ ഒറിജിനൽ പിക്ചർ നമുക്ക് കാണാം, പുറകിൽ വൈറ്റ് സർഫസുമായിട്ടാണ്. ഞാൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് കാണാം ആ വൈറ്റ് സർഫസ് മാറ്റിയാണ് തന്നിരിക്കുന്നത്. നമുക്കിനി ഇതിൽ എന്തെങ്കിലും എഡിറ്റിംഗ് വരുത്താനുണ്ടെങ്കിൽ നമുക്കിവിടെ എഡിറ്റ് എന്ന ഓപ്ഷൻ കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്കിനി ഇവിടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്, ഏത് വേണമെന്നും. നമുക്കിനി ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കളർ എന്ന് പറയുന്ന അടുത്ത് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അവിടെ കുറേ സോളിഡ് കളേഴ്സ് ബാക്ക്ഗ്രൗണ്ടാണ് തരുന്നത്. ഇതും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് കാണാം ഈ ഫോട്ടോ, അതായത് ഈ തേനീച്ചയുടെ പുറകിൽ നമ്മൾ സെലക്ട് ചെയ്ത അല്ലെങ്കിൽ ചൂസ് ചെയ്ത ഫോട്ടോ വന്നിരിക്കുന്നത്. ഇനി നമുക്കിതാ ഈ തേനീച്ചയിൽ കുറച്ച് ഭാഗം സ്റ്റോർ ചെയ്യാനോ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഇറേസ് റീസ്റ്റോർ എന്ന ഓപ്ഷൻ കാണുവാൻ സാധിക്കും. നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ ഇപ്പോൾ ഇറേസ് ചെയ്യാവുന്നതാണ്. ഞാൻ എന്താ ഇറേസ് ചെയ്തപ്പോൾ ആ തേനീച്ചയുടെ കുറേ ഭാഗം ഇറേസ് ആയി. ഞാൻ ഇനി കുറച്ച് ഭാഗം റീസ്റ്റോർ ചെയ്യുകയാണ്. നമുക്ക് കാണാം ഇപ്പോൾ ആ ഭാഗം റീസ്റ്റോർ ആയിരിക്കുന്നത്. നമ്മൾ എഡിറ്റിംഗ് വരുത്തിയ ശേഷം നമുക്കിവിടെ ഡൗൺലോഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ വരുത്തിയത് ഇവിടെ അൺഡു ചെയ്യാനും റീഡു ചെയ്യാനുമുള്ള ഓപ്ഷനുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിനുശേഷം നമുക്കിവിടെ ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ ഡൗൺലോഡ് ഇമേജ് എന്ന് വരുന്നു. നമുക്ക് ഡൗൺലോഡ് ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ഇമേജ് ഡൗൺലോഡ് ആയി കഴിഞ്ഞു. നമുക്ക് ഇനി നമ്മുടെ ഡൗൺലോഡഡ് ആയ ഇമേജ് എങ്ങനെയാണെന്ന് നോക്കാം. ഡൗൺലോഡ് ചെയ്ത ഇമേജ് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് മറ്റൊരു പിക്ചർ അപ്ലോഡ് ചെയ്യുവാനായി നമുക്ക് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ അപ്ലോഡ് ഇമേജ് എന്ന് കാണുവാൻ സാധിക്കും. നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഒറിജിനൽ പിക്ചർ നമുക്ക് കാണാം, പുറകിലൊരു വൈറ്റ് സർഫസ് ഉള്ളതാണ്. ഇനി നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ഒരു തേനീച്ചനെ മാത്രമേ ഉള്ളൂ. ഇതിനുശേഷം നമുക്കിവിടെ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ കാണുവാൻ സാധിക്കും. നമുക്ക് ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറി എന്ന് കാണുവാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഏറ്റവും ആദ്യത്തെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാത്ത പിക്ചറാണ് ഇവിടെ പുറകില് വൈറ്റ് വന്നിരിക്കുന്നത്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ആ തേനീച്ചയുടെ പുറകിലത്തെ പിക്ചർ അല്ലെങ്കിൽ പുറകിലത്തെ ആ ഒരു വൈറ്റ് സർഫസ് റിമൂവ് ആയിരിക്കുന്നത്. REMOVE.BGയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്.
നിങ്ങൾക്ക് remove.bgയുടെ വെബ്സൈറ്റിലേക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രവേശിക്കാവുന്നതാണ്. remove.bgയുടെ ആപ്പ് നമ്മൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. remove.bg നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സംശയങ്ങളോ ഉണ്ടായാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. നല്ല അടിപൊളി തംബ്നെയിൽ ഉണ്ടാക്കുവാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. See you until the next video. Goodbye.